വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്നില്ല എന്റെ അമ്മ എനിക്ക് ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഡ്രസ്സാണ് എടുത്തു തന്നതെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, എന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ മോശ വഴി കൂടെ പോയപ്പോഴും തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോഴും എന്റെ അമ്മ അതാ കണ്ണുനീരോടെ നിന്ന് കുരിശ് രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇത് പല പ്രാവശ്യം കണ്ടപ്പോ അവന്റെ മനസ്സ് അലിഞ്ഞുപോയി. ഭക്ഷണം വിളമ്പുന്നത് കണ്ടിട്ടല്ല പറഞ്ഞേ, എന്റെ അമ്മ അതാ കരേ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി വീട്ടിലിരിക്കുന്ന കുരിശുരൂപത്തിന്റെ മുമ്പിൽ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നു. 10 പ്രാവശ്യം കണ്ടപ്പോ അവന്റെ കല്ലുവെള്ളം മനസ്സ് അലിഞ്ഞുപോയി. ശ്രദ്ധിച്ചേ, നമ്മൾ വേണം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ. എന്നിട്ട് ഈ വിശുദ്ധ അഗസ്റ്റിൻ പറയാണ്, എന്റെ അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാ എന്നെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചും, ഫ്രാൻസിസ് അസീസി നാട്ടിൽ കൂടെ ആദ്യ സമയത്ത് ഇച്ചിരി ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചാടിത്തുള്ളി നടന്നയാളാ. ഫ്രാൻസിസ് അസീസി വീട്ടിലേക്ക് വരുമ്പോ കാണുന്നത് അമ്മ ഇതാ കൈ വിരിച്ചു പിടിച്ച് എന്റെ മകൻ ഇങ്ങനെ വഴിവിട്ട ഒരു ജീവിതമാണല്ലോ നയിക്കുന്നതെന്നും പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പല പ്രാവശ്യം കണ്ടപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഫ്രാൻസിസ് അസീസിയുടെ സ്വഭാവത്തിലൊക്കെ തന്നെ അങ്ങോട്ട് മാറിയത് എങ്ങനെയാ? ഉപദേശിച്ചല്ല, ആ മകൻ കണ്ടു അമ്മ ഇതാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര മക്കൾ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി പറയുവോ, എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഇങ്ങനെ ധ്യാനത്തിന് പോകുന്നുണ്ട്, എനിക്ക് വേണ്ടി ത്യാഗത്തോടെ ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു നേർച്ച നടന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരു കഴുന്നെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതില്ല, കുറഞ്ഞു വരികയാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വളർത്താത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ ഈ കൊച്ചിന് ഇവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന കൊച്ചിനെ കുറിച്ച് അപ്പനും അമ്മയും ചോദിക്കുവാണ്. കഴുത്തേലും കാതിലും ഒക്കെ വലിയ ഓരോ വിരലിന്റെ അത്രയും വലിപ്പമുള്ള സ്വർണവും, കാലയിൽ സ്വർണ്ണക്കൊലുസും, കയ്യിൽ സ്വർണ്ണ മോതിരം ഒക്കെ ഉണ്ട്. പക്ഷെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ തന്നെ 7 പേര് അടിച്ച് ഇതിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അടിച്ചൊതുക്കി. ഇവിടെ ഇതിനെ വേണ്ട. കോളേജിൽ പഠിക്കുന്ന അധികാരികൾ പോലും ആക്ഷൻ എടുക്കുകയില്ല. കാരണം ഇതിന്റെ സ്വഭാവം അങ്ങനെയാ. അപ്പനും അമ്മയും പൈസ ഉണ്ടായിരുന്നു, സ്വർണം മേടിച്ചു കൊടുത്തു, വലിയ ആര് കണ്ടാലും നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട്, പക്ഷെ സ്വഭാവമില്ല. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൂടി വളരുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതായത് മാതാപിതാക്കൾ മക്കളെ വളർത്താൻ വേണ്ടി ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര പേര് ഉറപ്പിച്ചിട്ടുണ്ട് അവരുടെ മനസ്സും കൂടെ അത്രയും വളർന്നു? പലർക്കും ആളും തൂക്കവും ഒക്കെ 10-60-70 കിലോ ഒക്കെ ആയാലും മനസ്സിന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ പോലും മാനസിക വളർച്ചയില്ല, ദൈവോന്മുഖതയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ അറിയണം, ശരീരം മാത്രം വളർന്നാ പോരാ, തൊലി മാത്രം വെളുത്തിരുന്നാ പോരാ, അങ്ങ് താഴെ വരെ എത്തുന്ന മുടി മാത്രം പോരാ, മനസ്സും കൂടെ ദൈവോന്മുഖമായി വളരുന്നുണ്ടെന്ന് ഒപ്പത്തിനൊപ്പം ഉറപ്പിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതാ അവർ കൈവിട്ടു പോകുന്നു പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമ്മുടെ വിഷമം. അതായത് വിശുദ്ധനായ ഒരു വ്യക്തി പറഞ്ഞിരിക്കുക, മാതാപിതാക്കൾ, അത് എഴുതി പോലെ തന്നെ വായിക്കാം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിച്ചാൽ അവർ ഒരിക്കലും കൈവിട്ടു പോവില്ല. ദിനം പ്രതി എഴുതിയിരിക്കുന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കുടുംബത്തിൽ അവര് കാണട്ടെ, നമ്മൾ കൈ വിടിച്ചു നിന്ന് എനിക്ക് വേണ്ടി ഇതാ അമ്മ പ്രാർത്ഥിക്കുന്നു. ആദ്യമൊക്കെ അവർക്ക് ചമ്മലായിരിക്കും, ഈ അമ്മ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്താ കുഴപ്പം, എനിക്ക് എന്താ കുഴപ്പമുണ്ടോ, ഞാൻ പള്ളിയിൽ പോകുന്നത്. ഇപ്പോഴത്തേക്ക് വേണ്ടി അല്ല കരങ്ങൾ വിരിച്ചത്. അവര് 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സ്വഭാവമൊക്കെ പതുക്കെ ലോകത്തിലേക്ക് വരും, മാറി വരും. അപ്പോഴെന്ത് ചെയ്യണം? ഇപ്പൊ നല്ല സ്വഭാവമാണേലും ഓരോ ജപമാല ചെല്ലുമ്പോഴും അമ്മ അപ്പൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതാ മൂത്ത മകന് വേണ്ടി, മൂത്ത ആൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ രഹസ്യം, അവരെന്ത് ചിന്തിക്കുന്നുവല്ല, പല പ്രാവശ്യം കാണുമ്പോൾ അവർക്ക് ഒരിക്കലും ഉഴപ്പാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വീട്ടിൽ കരങ്ങൾ വിരിച്ചുണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഉഴപ്പാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും, ഞാനൊരു പുസ്തകത്തിൽ കണ്ടതാണ്. 2004 മലയാളം വാരികയിൽ വന്നൊരു വാർത്ത, ഒരു ബുക്കിനകത്ത് എഴുതിയിരിക്കുകയാണ്. അതിനകത്ത് ബിസിനസ്സുകാരനായ അപ്പനും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായ ഒരു അമ്മയും. അപ്പൊ രണ്ടുപേരും രാവിലെ ഒരാൾ ജോലി സംബന്ധം ബിസിനസ് ചെയ്യാൻ വേണ്ടി രാവിലെ ഓടുന്നു, നേരം വെളുക്കുന്നതിന് മുമ്പ് ബിസിനസ്സിന് വേണ്ടി വണ്ടി എടുക്കുന്നു, പോകുന്നു. അമ്മ കുട്ടികളെ പഠിപ്പിക്കാനുള്ള തിരക്ക്, ചോറ് വെക്കാനുള്ള തിരക്ക്, മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഈ ബിസിനസ് നടത്തുന്ന അപ്പൻ തിരിച്ചു വന്നാലും പിന്നെ കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് കണക്കുകൂട്ടലാണ്. എന്നിട്ട് ഭാര്യയോട് പറയും, എടീ നഷ്ടമായിരുന്നു, എടീ ഇന്നിച്ചിരി കുഴപ്പമില്ലായിരുന്നു. ഈ ലാഭനഷ്ട കണക്കുകൾ മാത്രമേ മക്കൾ കേട്ടിട്ടുള്ളൂ.
കുറച്ചു കഴിഞ്ഞ് ഈ ഇദ്ദേഹത്തിന്റെ സ്കൂളിൽ, ഈ ടീച്ചർ പഠിപ്പിക്കുന്ന തന്നെ സ്കൂളിൽ ഒരു ചിത്രരചനാ മത്സരം വന്നു. മാസികയിൽ വന്നതാണ്, എൻ്റെ അനുഭവമല്ല, വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പടങ്ങൾ വരയ്ക്ക്, പറ്റുന്ന പെൻസിൽ കൊണ്ട് വരയ്ക്കുക, അതൊരു മത്സരമാണ്. അങ്ങനെ വരച്ചപ്പോൾ ഒരു കൊച്ചു മാത്രം വീട്ടിലുള്ളവരെ ഒക്കെ വരച്ചു. വീട്ടിൽ എന്തൊക്കെയുണ്ടോ വരയ്ക്കണം. അമ്മയെ വരച്ചു, വല്യമ്മച്ചിയെ വരച്ചു, മരിച്ചുപോയ വല്യപ്പച്ചന്റെ ഫോട്ടോ അതടക്കം ഏകദേശം വരച്ചു, വീട്ടിലുള്ള പട്ടിയുടെ പടം വരച്ചു, പൂച്ചയുടെ പടം വരച്ചു, 2 പശുവുണ്ട് അതിന്റെ പടം വരച്ചു. അപ്പോൾ ഈ കൊച്ചിനോട് അപ്പൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പന്റെ പടം. അപ്പനെ ഈ കൊച്ചു ശരിക്കും കണ്ടിട്ടില്ല. രാവിലെ എപ്പോഴോ പോകും, വൈകുന്നേരം 10-11 മണിയാകുമ്പോൾ വരും. പിന്നെ കണക്കോട്ട് ലാഭനഷ്ടം, അയ്യോ ശരിയായില്ല, ഇനി എന്ത് ചെയ്യും. ഈ കൊച്ചു ഉറങ്ങും, അന്നേരത്തേക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് പടം വരച്ചു. ടീച്ചർ ചോദിച്ചു, അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടം വരെ സ്കൂളിൽ വരണം. പുള്ളി പറഞ്ഞു, എനിക്ക് ബിസിനസ് തിരക്കുണ്ട്, എൻ്റെ ഭാര്യ അവിടെ ഉണ്ട്, എനിക്ക് അപ്പനോട് സംസാരിക്കണമെന്ന് സ്കൂളിന്റെ പ്രധാനപ്പെട്ട സാറ് പറഞ്ഞു. നിങ്ങളോട് എനിക്ക് സംസാരിക്കണം, നിങ്ങളിവിടെ പറഞ്ഞാൽ കുട്ടി TC മേടിച്ച് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നാൽ വരാൻ ടീച്ചർ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഈ കൊച്ചു വരച്ച പേപ്പർ കാണിച്ചു കൊടുത്തു. ടീച്ചർ, ദാ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പടം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ വീട്ടിലെ പട്ടിയുടെയും പൂച്ചയുടെയും വരെ കൊച്ചു വരച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അപ്പനാണോ, അപ്പന്റെ പടം വരച്ചിട്ടില്ല, പൈസ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഈ പുള്ളിക്ക് അടി കിട്ടിയോലായി. എൻ്റെ കൊച്ച് എൻ്റെ പടം വരച്ചില്ലേ? അങ്ങനെ ചോദിച്ചു വന്നപ്പോ ഈ കൊച്ചു പാവ ചെറിയ കൊച്ച് മനസ്സ് തുറന്ന് പറഞ്ഞു, അപ്പച്ചനെ ഇങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല, പരിഗണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ അപ്പച്ചൻ മനസ്സിലില്ല, ഈ കൊച്ചിന്റെ മനസ്സിൽ ഈ അപ്പനില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ രാപകലില്ലാതെ കഷ്ടപ്പെടുന്നവരാ നമ്മളെല്ലാം. മക്കളുടെ മനസ്സിൽ നമ്മളെന്ന അപ്പനും അമ്മയും ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രായമായ കുറെ അപ്പനും അമ്മയും ഒക്കെ മക്കൾ നോക്കുന്നില്ലാത്ത കാരണത്തിന് ഇവിടെ ഇങ്ങനെ വരുവാ, ഇങ്ങനെ അപ്പനും അമ്മയൊക്കെ വരും, എന്നെ നോക്കുന്നില്ല അച്ഛൻ, മക്കൾ നോക്കുന്നില്ല അച്ഛൻ, ഇവിടെ വരുവാണെന്ന് പറയണം, നമ്പർ ഇതാണെന്ന് ഫോൺ വിളിച്ച് പറയാൻ പറ്റുമോ? അവിടെ എങ്ങനെയും 1-2 മാതാപിതാക്കൾ അവരുടെ മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവരായ കാലത്ത് സ്നേഹിച്ചിട്ടില്ല, ഇവർ സ്നേഹിച്ചിട്ടൊന്നുമില്ല, ഇവരിങ്ങനെ ഓട്ടവും പാച്ചില് ഓട്ടമായിരുന്നു, എന്നും ഈ ഓട്ടമാണ്. പശുക്കച്ചവടമായിരുന്നു എൻ്റെ അപ്പന്, പശുക്കച്ചവടമായിട്ട് ഓട്ടമായിരുന്നു. ഞങ്ങളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പോലും തോന്നുന്നില്ല. പല മാതാപിതാക്കളെയും മക്കൾക്ക് സ്നേഹിക്കാൻ തോന്നാത്തത് അവർക്ക് സ്നേഹം കിട്ടിയൊരു തോന്നലില്ലാത്തോണ്ടാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരികയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ തിരുവചനം മുതൽ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഇതാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളും ഞാനും, നിങ്ങൾ ദൈവവചനം ഇങ്ങനെ ചെവി കൊണ്ട് കേൾക്കുന്നവർ മാത്രം ആകരുത്, നിങ്ങളത് പ്രവർത്തിക്കുന്നവരുമായിരിക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. അടുത്ത വചനം ഇങ്ങനെയാണ്, വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരാൾ ദൈവവചനം കേൾക്കുന്നു, ദൈവവചനം കേട്ട് സാധാരണ പോലെ ജീവിക്കുന്നു, ഒരു ഗുണവുമില്ല. ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിതത്തെ മാറ്റം വരുത്തിയാൽ, കുടുംബത്തിൽ ക്രമീകരണം ചെയ്താൽ അത് ഭയങ്കര അനുഗ്രഹമാവും. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ അവനവന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് വെറുതെ കടന്നു പോകുന്ന ഒരാൾക്ക് തുല്യൻ, അവനൊരനുഗ്രഹവും ഇല്ല. യാക്കോബ് ശ്ലീഹ പറയാം. ദൈവവചനത്തോട് യാക്കോബ് ശ്ലീഹ ഉപമിച്ചിരിക്കുന്ന എന്തിനോടാണ്? എന്താണ്? കണ്ണാടി. ആത്മീയമായി നോക്കിയാൽ ഇതെന്താണ്? ദൈവവചനം കണ്ണാടിയാണ്. കണ്ണാടി എന്താണ് കണ്ണാടിയുടെ പ്രത്യേകത? കണ്ണാടിയിൽ നമ്മൾ നോക്കുക, ഒരു ദിവസത്തിൽ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 പ്രാവശ്യം കണ്ണാടി നോക്കുന്നവരാ നമ്മൾ, ആണോ? കണ്ണാടിയിൽ നമ്മൾ നോക്കുന്നത് തലമുടി ഉണ്ടാകാനാണോ അതോ ഉള്ള തലമുടി ജീവി വെക്കാനാണോ? എന്തിനാ നമ്മൾ കണ്ണാടി നോക്കുന്നത്? കണ്ണാടിയിൽ നോക്കിയാൽ തലമുടി കിളുത്തു വരില്ലെന്ന് നമുക്കറിയാം. നമ്മൾ കണ്ണാടി നോക്കുന്നത് എൻ്റെ ഇനി കുറച്ചുകൂടെ മുടിയുണ്ട്, അത് നന്നായിട്ട് ജീവി വെക്കാൻ, ഇരിക്കേണ്ട പോലെ ഇരുത്താൻ ഞാൻ അങ്ങ് ജീവി വെക്കും. എവിടെ നോക്കിയിട്ട്? കണ്ണാടി നോക്കിയിട്ട്. ഞാൻ കണ്ണാടി നോക്കുന്നത് എൻ്റെ ഈ നിറം കൂട്ടാനല്ല, ഉള്ള നിറം ഒന്നും കൂടെ അഡ്ജസ്റ്റ് ആക്കാനാണ്, ആണോ അല്ലയോ? ഞാൻ കണ്ണാടിയിൽ നോക്കുന്നത് എൻ്റെ ഈ താടി കുറയ്ക്കാനല്ല, ഉള്ളതൊന്ന് ചീകി വൃത്തിയായിട്ട് വെക്കണം. അതിനാ ഞാൻ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് നമുക്കുള്ളതിനെ ഒന്ന് നല്ല വൃത്തിയായിട്ട് വെക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരു കണ്ണാടിയുടെ വില എത്രയാ? ഒരു കണ്ണാടി എത്ര രൂപ കൊടുത്താൽ കിട്ടും? 30-50 രൂപ വെക്കാം. 50 രൂപ കൊടുത്താൽ കിട്ടും ഒരു കണ്ണാടി. ആ കണ്ണാടിയിൽ നമ്മൾ നോക്കിയിട്ട്, ഞാനാ നോക്കുന്നെങ്കിൽ ആരേ കാണുള്ളൂ?
ഞാൻ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമോ ഈ കണ്ണാടിക്കകത്ത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുമോ? ഞാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൗന്ദര്യമുള്ള, അതിനെ തന്നെ വലിയ സൗന്ദര്യമുള്ള ഒരാളെ കാണുമോ? 50 രൂപയുടെ കണ്ണാടി നോക്കിയാലും മാത്യു അച്ഛൻ നോക്കിയാൽ മാത്യു അച്ഛനെ തന്നെ കാണിച്ചു തരുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും 50 രൂപയുടെ കണ്ണാടി ഒന്ന് നോക്കിക്കേ, നിങ്ങളെ തന്നെ കാണിച്ചു തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ യാക്കോബ് ശ്ലീഹ എന്തിനാണ് ദൈവവചനത്തെ കണ്ണാടിയോട് വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ശരിക്കും നോക്കണം. പുറം കാണാനല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ അകം, നിങ്ങളുടെ ജീവിതത്തിന്റെ അകം ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒത്തിരി കുടുംബത്തിൽ തകർച്ച വന്നുകൂടുന്നത് അവരാരും ദൈവവചനമാകുന്ന കണ്ണാടി നോക്കിയിട്ടില്ല. ദൈവവചനമാകുന്ന കണ്ണാടി, ദൈവവചനം, നിങ്ങൾ ശ്രദ്ധിച്ച ദൈവവചന പ്രത്യേകത, നമ്മുടെ കയ്യിലെല്ലാം, എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും 10,000 രൂപ, 8,000 രൂപ, 7,000 രൂപയുടെ ഒരു ഫോണും, അതുപോലെ 3,500 രൂപയുടെ സാധാരണ ഒരു ഫോണും, പിന്നെ വാട്സപ്പിനായിട്ട് വേറൊരു ഫോണും, ഫോട്ടോ എടുക്കാൻ വേറൊരു ഫോണും, മൊത്തം ഒരു 10,000-30,000 ഫോൺ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട്. എല്ലാ വീട്ടിലും ഓരോരുത്തർക്കും ഫോൺ ഓരോരുത്തരാണ്. പക്ഷേ ബൈബിൾ എത്രണ്ണേ ഉള്ളൂ? ബൈബിൾ എത്രണ്ണേ ഉള്ളൂ? പകുതി താളില്ലാത്തതും പകുതി താള് ചുളുങ്ങി പറഞ്ഞിരിക്കുന്നതും മഷി വീണതും കൊതുക് വീണ് ചോര ചത്തിരിക്കുന്നതും കഴിഞ്ഞ വർഷം ചത്തുപോയ ചോരയുടെ കൊതുകിന്റെ ചോര ഉണങ്ങിയിരിക്കുവാണ്. 2016 ചത്തുപോയ ഒരു കൊതുക് അതിനകത്തിരിപ്പുണ്ട്, അതിന്റെ ഫോസിലടക്കം. ബൈബിളിനെ തൊട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം നോക്കിയതാ, കഴിഞ്ഞ വർഷം ബൈബിൾ അടച്ചപ്പോൾ ഒരു കൊതുക് കൂട്ടിയാണ് അടച്ചത്. കുറെ വർഷം കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ചത്തുപോയൊരു ഫോസിൽ, കൊതുകിന്റെ ഒരു സാധനം, കാലൊക്കെ വേറെയായി ബൈബിളിനകത്തിരിക്കുക. പിന്നെ തുറന്നിട്ടില്ല, ആ ഭാഗം കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. നമ്മുടെ കയ്യിൽ നിങ്ങൾ തന്നെ നോക്കിക്കുക, നമുക്ക് ദൈവാനുഗ്രഹം കിട്ടാത്തതിന്റെ ഒരു കുറവ് പറഞ്ഞുതരാം. 250 രൂപ കൊടുത്താൽ, പോട്ടെ 500 രൂപ കൊടുത്താൽ ഇതിനേക്കാൾ സൂപ്പർ ബൈബിൾ കിട്ടും. ആ ബൈബിൾ നമ്മൾ പൊടി പറ്റിയാൽ നമുക്കൊന്നും തോന്നിയല്ല. തോന്നുവോ? ഒന്നും തോന്നിയില്ല. എപ്പോഴെങ്കിലും അത് സാധാരണ ഒരു ബുക്ക് വെക്കുന്നവരെ വെക്കുന്നു. പക്ഷേ അനേക ആളുകൾ ഫോൺ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഫോൺ സൂക്ഷിക്കുന്നത് കൊച്ചിനെ നോക്കുന്നേക്കാൾ കാര്യമായിട്ടാണ്. തൂത്തു ഒരു പൊടി പറ്റിയാലോ ഒരു പ്രത്യേകതരം തുണി കൊണ്ട് തുടച്ച്, ഒരു തുള്ളി വെള്ളം വീണാലോ അയ്യോ, ഒരു പോറൽ പോലും താഴെ വീഴുമ്പോ ചങ്ക് പോകുന്ന പോലെയാ. ഒരു ഫോൺ താഴേക്ക് വീണ 7,000 രൂപയുടെ ഫോൺ താഴെ, ഫോൺ പോയി. പെട്ടെന്ന് ഓണൊക്കെ പോയില്ലെന്ന് അറിഞ്ഞ് ഓണായെന്ന് കണ്ടാലാണ് ദൈവം ഒരു ആശ്വാസം. ബൈബിൾ താഴെ പോയാലോ ഒരു കുഴപ്പമില്ല, അവിടെ വെച്ചിട്ട് അവിടെ പോകും, അവിടെ ഇട്ടിട്ട് പോകും, വച്ചിട്ടല്ല ഇട്ടിട്ട് പോകും. ഹല്ലേലൂയ. നമ്മൾ തന്നെ നോക്കിക്കേ, നമ്മൾ ഇതിന് വില കുറച്ചാ കാണുന്നേ. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന 3,500 രൂപയുടെ ഫോണിന്റെ വില പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവജനത്തിന് കൊടുക്കുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കുറവ്. നമുക്ക് ഫോണും ഇതൊക്കെ എത്രയോ ഭവ്യതയോടും കാര്യമായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര കാര്യമായിട്ടാണ്. ഫോണില്ലാതെ എവിടെയും നമ്മൾ പോവോ? ഫോണില്ലാതെ അമ്പലം വരെ പോയാലോ അവിടെ എത്തി തിരിച്ചാ ഫോൺ കയ്യിലെടുക്കുന്നവരെ നമുക്ക് ചങ്കിന് അറ്റാക്കാണോ കാന്താരി അരിച്ചിട്ട പോലെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ്. എന്നെ മാറ്റി നിർത്തി പറയുമല്ല, ഞാൻ അടക്കം അങ്ങനെ. ഫോണില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ബൈബിളില്ലല്ലോ, ഒരു ടെൻഷനും ഇല്ല. ഹല്ലേലൂയ. ഒരു ടെൻഷൻ. അപ്പൊ നമ്മൾ നോക്കി, നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ദൈവവചനം വായിച്ച് നോക്കണമെങ്കിൽ ഒരു കണ്ണാടി, ഇതൊരു കണ്ണാടിയാ. മക്കൾ അറിയട്ടെ. അല്ലെങ്കിൽ മക്കളെ എവിടെയെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ അവിടെ കൊള്ളാം, അവിടെ ഇരുത്താം, ഹോസ്റ്റലിൽ നിർത്താൻ പറ്റിയാലോ. സ്വഭാവ ദൂഷ്യവാ, ഇതാ കുടിയാ, കഞ്ചാവാ, വെള്ളവാ, ഇവനെ എന്തിനാ ഇങ്ങനെ ഇവിടെ ചേർത്തിരിക്കും? നിങ്ങൾ കൊണ്ടുപോകും, കോളേജിൽ നാണക്കേടാ, സ്കൂളിൽ നാണക്കേടാ, നാട്ടിൽ നാണക്കേടാ. ഇതെന്താ ഇങ്ങനെ? ചെറുപ്പം തൊട്ട് തന്നെ നിങ്ങളുടെ മക്കളെ, നമ്മുടെ തലമുറയെ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി, നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു കുറവുണ്ട്, നീ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാ, നിനക്കിങ്ങനെ പെട്ടെന്ന് വിഷമം വരുന്ന ആളാ, നീ എന്താ അങ്ങനെ ആ കൂട്ടുകൂടിയേ, എന്താ ആ രീതി ചിന്തിച്ചേ? ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ഈ വ്യക്തി നോക്കി കണ്ടുപിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫോണിൽ നോക്കിയാൽ ഇത് കിട്ടിയല്ല. ഫോണിൽ നോക്കിയാൽ അവൾ മെസ്സേജ് അയച്ചതും അവൻ മെസ്സേജ് അയച്ചതേ കാണുള്ളൂ. അവരവരെ കാണിക്കില്ല. അവനും അവൾ മെസ്സേജ് അയക്കുന്നതിന് പ്രത്യേകത എന്താ? നമ്മളെ ഏകദേശം ഒരു ത്രിലോക സ്വർഗത്തിലെത്തുന്ന മെസ്സേജ് അയക്കുള്ളൂ. ആണോ? മെസ്സേജ് എല്ലാം നമ്മളെ അങ്ങ് ഹൈ ചന്ദ്രനിലെത്തുന്ന രീതിയിൽ നമ്മൾ വലിയ സൂപ്പറാണ്, ഭയങ്കര അങ്ങ് കൊമ്പത്തെ ആളാന്ന രീതിയിൽ മെസ്സേജ് വരുന്നത്. ഫോണിൽ നോക്കിയാൽ നമ്മുടെ മുഖം കാണില്ല. മുഖം കണ്ടാലും നമ്മുടെ ഉള്ളു കാണില്ല. ദൈവവചനം ഒരു കണ്ണാടിയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് തലമുടി ഉണ്ടാകാനല്ല, ഉള്ള തലമുടി വൃത്തിയായിട്ട് വെക്കാനാണ്. അതായത് നമുക്ക് നമ്മുടെ കുടുംബം നല്ല ഓർഡർ ആകണമെങ്കിൽ നമ്മൾ ദിവസവും ദൈവവചനമാകുന്ന അത് വായിച്ച് ആ കണ്ണാടിയിൽ നോക്കണം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അറിയുള്ളൂ എല്ലാം താളം തെറ്റിപ്പോയി അച്ചു,
എന്റെ മകളി പെങ്കൊച്ചായി പോയല്ലോ, ഇവളെന്താ ഇങ്ങനെ തുടങ്ങുന്നേ, ആമ്പിള്ളേരാ ഉഴപ്പുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാ, ഇവള് പെങ്കൊച്ചല്ലേ, ഇവിടെ കെട്ടിച്ചു വിടേണ്ടതല്ലേ, ഇവളിങ്ങനെ ഉഴപ്പിയ എന്നാ ചെയ്യും എന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്ന പാവം. കഴുത്തേലും കാതിലും ഓരോ വിരലിന്റെ അത്രയും വലിപ്പമുള്ള മാല കിടന്നിട്ട് എന്താ കാര്യം? ഇഷ്ടംപോലെ സ്വർണം കയ്യിൽ, എന്ത് കാര്യം? നല്ലൊരു സ്വഭാവ ദൂഷ്യമില്ല. ആൺകുട്ടികളല്ല പറഞ്ഞത്, വെറുതെക്കാരല്ല, ഒപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരാ പറഞ്ഞത്. ഇവളുടെ സ്വഭാവ ദൂഷ്യമാണ് കാരണം. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നമ്മൾ നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണമെങ്കിൽ മാതാപിതാക്കൾ മക്കളെ കാണിച്ചു കൊടുക്കണം. മാതാപിതാക്കൾ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ദിവസവും നോക്കി വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ജീവിതത്തെയും കുടുംബത്തെയും ക്രമീകരിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് തലമുറയ്ക്ക് 150 രൂപ കൊടുത്താൽ ചുണ്ടേ പള്ളിന്നോ ഇവിടുന്നോ കടയെന്നോ എവിടുന്നെങ്കിലും ബൈബിൾ മേടിക്കാൻ കിട്ടും. ഓരോരുത്തർക്കും ഒരു ഫോൺ ഉണ്ടല്ലോ, 10,000 രൂപയുടെ, അതിന്റെ ഇത്രയും പൈസ മതി ഒരെണ്ണത്തിന്. അതിന്റെ 150 രൂപ മതി. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അതിനേക്കാൾ വിലയുണ്ട്. അത്രേ ഉള്ളൂ ഇത്രയും വലിയൊരു പുസ്തകത്തിന് വില. എന്തുകൊണ്ട് അത് മേടിച്ചു കൊടുക്കുന്നില്ല? ഇല്ലാഞ്ഞിട്ടല്ല, വേറെ എന്തേലും കാര്യത്തിൽ നമ്മൾ പൈസ ഉപയോഗിക്കുന്നു. മേടിച്ചു കൊടുക്കുക. എല്ലാവരുടെയും കയ്യിൽ ഒരു ബൈബിൾ ഇരിക്കട്ടെ. അവരെ ബൈബിളിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക അവരെ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മക്കൾ പറയും, നാളെ ഞാൻ നിങ്ങളോട് പറഞ്ഞോന്ന് അറിയത്തില്ല, ഒരു അമ്മച്ചി കൊച്ചിനെ ബൈബിൾ എടുക്കാൻ വിട്ടപ്പോൾ കൊച്ചൊരു 100 കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് അടിച്ചു പോയിട്ട് അപ്പുറത്തെ മുറിയിൽ ഉറക്കെ ചോദിക്കുക, അമ്മേ മണ്ടേ കുരിശുള്ള പുസ്തകമാണോ ബൈബിൾ? മണ്ടയ്ക്ക് കുരിശുള്ള സാധനമാണോ ബൈബിൾ? കൊച്ചു അവിടെ ചെന്നപ്പോൾ ബൈബിൾ ഏതായി, അതോ അതാണോ ഇതാണ്? കൊച്ചിനൊരു സംശയം, മണ്ടയ്ക്ക് കുരിശുള്ള പുസ്തകമാണോ അമ്മയെ അച്ഛൻ ഉദ്ദേശിച്ചത്, അമ്മ ഉദ്ദേശിച്ചത്? അറിയത്തില്ല, ബൈബിൾ എന്താണെന്ന് അറിയത്തില്ല, ഏതാ എടുത്തോണ്ട് വരണ്ടെന്ന് അറിയത്തില്ല, ഈ മണ്ടയ്ക്ക് കുരിശുള്ളതാണോ എടുത്തോണ്ട് വരണ്ടെന്നാണ് ചോദിച്ചത്. ബൈബിൾ പരിചയപ്പെടുത്തി കൊടുക്കണം, വായിക്കാൻ പഠിപ്പിക്കണം. അവർക്ക് സ്വന്തമായൊരു ബൈബിൾ വേണം. ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തോട് ബന്ധമുള്ള, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. മക്കൾ നോക്കുന്നത്, ഇപ്പൊ നോക്കുന്നത് കോഴിയിറച്ചി മേടിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ ആഴ്ച പോത്തിറച്ചി മേടിച്ചു, ഇതൊക്കെ ഇപ്പൊ പറയുള്ളൂ. ഇതൊക്കെ പറയുള്ളൂ. ഡ്രസ്സ് എടുത്തു വന്നു, തൽക്കാല സന്തോഷമൊക്കെ മക്കളുടെ മുഖം ചിരിച്ചിരിക്കും ഡ്രസ്സ് എടുത്തു കൊടുത്താൽ. പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ നോക്കും, എൻ്റെ അമ്മ എൻ്റെ അപ്പൻ ഒരു പ്രാവശ്യം പോലും എനിക്ക് വേണ്ടി കൈവിരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കുറെ ഇറച്ചിയും ഡ്രസ്സും ഇതൊക്കെ മേടിച്ചു തരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ കൈവിരിച്ച് പിടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. വിശുദ്ധന്മാര്, വിശുദ്ധരായ ആളുകൾ, വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ ചെറിയ പ്രായത്തിൽ കൊച്ചുത്രേസ്യയെ കൊണ്ട് പള്ളി പോകുമ്പോ മതയിൽ കൊച്ചുത്രേസ്യയുടെ അപ്പന്റെ പേര് ലൂയി മാർട്ടിൻ എന്നാണ്. ലൂയി മാർട്ടിൻ കൈവിരിച്ചവിടെ നിൽക്കും പള്ളിയില്. കൊച്ചുത്രേസ്യ അടുത്തു നിന്ന് മുഖത്തേക്ക് നോക്കും. അപ്പോൾ ലൂയി മാർട്ടിൻ കണ്ണടച്ചിരിക്കുമായിരിക്കും, കണ്ടിട്ടില്ല. കൊച്ചുത്രേസ്യയും കുറെ നേരം അപ്പന്റെ മുഖത്തേക്ക് നോക്കി, ഇതെന്തിനാ ലൂയി എന്റെ അപ്പച്ചൻ കൈപിടിച്ച് പിടിച്ചിരിക്കുന്നത്? കണ്ണടച്ചു പിടിക്കുന്നതുകൊണ്ട് കൊച്ചുത്രേസ്യ നോക്കിയാരെ അറിഞ്ഞിട്ടില്ല. കൊച്ചുത്രേസ്യയും ഉടനെ മുട്ടയെന്ന് കുറച്ച് മാറി അപ്പന്റെ ഒപ്പൻ ലൈനെ നിന്ന് കൈവരിച്ച് പിടിച്ചു. എങ്ങനെയാ കൈവരിച്ച് പിടിച്ചത്? എന്റെ അപ്പനതാ കൈവരിച്ച് പിടിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി ആയിരിക്കും. അങ്ങനെയാ കൊച്ചുത്രേസ്യ വിശുദ്ധയായി മാറിയത്. അപ്പൻ കൈവരിച്ച് പിടിക്കുന്നത് കണ്ടു, അമ്മ കൈപിടിച്ച് നിൽക്കുന്നത് കണ്ടു. അമ്മ ഇതാ പള്ളിയിൽ ഒരു നേർച്ച എനിക്ക് വേണ്ടി നേരുന്നത് ഞാൻ കണ്ടു. എന്റെ അമ്മ ഇതാ പള്ളിയിൽ പോകുന്നു, ഞായറാഴ്ച ആയതുകൊണ്ടല്ല, എനിക്ക് വേണ്ടി ഇതാ പള്ളിയിൽ പോകുന്നു എന്റെ അമ്മ. അത് കണ്ടാൽ ഒരു കൊച്ചിനും ഉഴപ്പാൻ പറ്റിയല്ല. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ ഓർത്ത് സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്രയും പേര്, ബസ് സമരമാണെന്ന് പറയുന്നത് കേട്ടു, കുറച്ച് ബസ്സൊക്കെ ഉള്ളു, ഇത്രയും പേര് വന്നില്ലേ? നിങ്ങൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഇവിടെ വരാത്ത കുറെ പേര് കണ്ടിട്ടുണ്ട്. ഇവിടെ വരാത്ത നിങ്ങളുടെ വീട്ടിലെ പലരും വന്നിട്ടുണ്ടാവില്ല. വരാത്തവർ കണ്ടിട്ടുണ്ട്, എന്റെ അമ്മ ഇതാ വട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഇഷ്ടമില്ലേലും പ്രാർത്ഥിക്കാനാ പോയെന്നറിയാം. ചിലപ്പോ എന്തിനാ ഓടുന്നു ചോദിച്ചാലും മനസ്സ് പറയും, അമ്മ പ്രാർത്ഥിക്കാനാ പോയെ, എന്റെ ചാച്ചൻ എന്താ പപ്പ പ്രാർത്ഥിക്കാനോ, എന്റെ ചേട്ടൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയാൽ നിങ്ങളോട് ഒരാൾ പറയുക, ആ വീട്ടിലെ ചേട്ടൻ പ്രാർത്ഥിക്കാൻ പോയെന്ന് പറയുമ്പോൾ കഷ്ടമായി പോയി ആരെങ്കിലും പറയുമോ? കഷ്ടായി ആരും വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാലും എനിക്കൊന്ന് പോകണമല്ലോ പ്രാർത്ഥിക്കാൻ, അതേ തോന്നുള്ളൂ. അക്രൈസ്തവർക്ക് പോലും തോന്നും അത്, എനിക്കൊന്ന് പോകണമെന്ന് പ്രാർത്ഥിക്കാൻ, എനിക്കൊന്ന് പോകണം പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം എന്താ? കൂലിവേല നടത്തുന്ന, ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരു അമ്മച്ചി പറയാണ്, എന്റെ മക്കള് രക്ഷപ്പെട്ടാ ഞങ്ങൾ കൂലിപ്പണിക്കാരാ. അപ്പൊ മകൻ ചാടിക്കേറി പറയുക, അമ്മ ഞങ്ങളെ ദൈവോന്മുഖരായി വളർത്തി, അമ്മ ഞങ്ങൾക്ക് വേണ്ടി കൈവിരിച്ച് പിടിച്ചോണ്ടാ. ഈ അമ്മ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മക്കൾ നക്ഷത്രങ്ങളെ പോലെ ഇപ്പൊ പ്രകാശിച്ച് നിൽക്കുക, മിടുക്കരായി നിൽക്കുന്നത്.
പഠിപ്പിച്ച് ബുദ്ധി കൊടുത്തിട്ടല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഇനി ബർത്ത്ഡേക്കോ ഒരു കൊച്ചിന്റെ വീട്ടിൽ ഒരു ആദ്യ കുർബാനയ്ക്ക് പോവാ, ഒന്ന് പോവാണേലും നിങ്ങൾ സമ്മാനം കൊടുത്തോ, പക്ഷെ ഒരു 150 രൂപ വിലയുള്ള ഒരു ബൈബിളും കൂടെ ആ കൊച്ചിന്റെ പേര് ആദ്യത്തെ കടലാസിൽ എഴുതി, ഇത് കൊച്ചിനായിട്ട് ഞങ്ങൾ മേടിച്ചതാ, കൊച്ചു വായിക്കാനാവുമ്പോൾ തൊട്ട് ഇത് വായിക്കട്ടെ. പക്ഷെ ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്ന എന്താ? സിംഹത്തിന്റെ രൂപത്തിലുള്ള ഒരു കളിപ്പാട്ടം. വീട്ടിൽ കയറി ചെന്നാൽ കാണുന്ന എന്തൊക്കെയായിരിക്കും? കഴുത, പോത്ത്, എരുമ, വാഹനങ്ങളുടെ പല പതിപ്പുകൾ. ഇതെല്ലാം ആ വീട്ടിന്റെ പല ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ചിലപ്പോ കൊച്ചു ഓടിക്കുന്ന തന്നെ കുതിരയുടെ ചെവിയെ പിടിച്ചായിരിക്കും, അതായിരിക്കും സ്റ്റിയറിങ്. കൊച്ചു ചെറുപ്പം തൊട്ട് കണ്ടത് എന്താ? ബൈബിളും പ്രാർത്ഥനയൊന്നും അല്ല, കണ്ടത് എന്താണ്? കഴുതേനെയും പോത്തിനെയും കാള, പിന്നെന്താണ് ആട്, കുറെ വാഹനങ്ങൾ. കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതേ സ്വഭാവം തന്നെ കാണിക്കുള്ളൂ, കാരണം ചെറുപ്പം തൊട്ട് അതാ കണ്ടിട്ടുള്ളൂ. പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ എത്ര പൈസ വേണേലും. റോട്ടിൽ കൂടി ഓടുന്ന വലിയ വാഹനത്തിന്, അത്രയും വലിയ വാഹനം പരിക്കാത്തവരെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണം. അത്രയും വലുതല്ല, ചെറുത്, ഇത്രയും വലിയ ടയറും അത്യാവശ്യം നമുക്കൊക്കെ ടൗണിൽ പോകാൻ പറ്റുന്ന വണ്ടിയാണ് ഇപ്പോൾ പിള്ളേർ ഉപയോഗിക്കുന്നത്. അത്രയും മേടിച്ചു കൊടുക്കും. പക്ഷെ ആര്? ഒരു കൊന്ത മേടിച്ചിടുവോ? ഒരു ബന്ധം മേടിച്ച് കൈ കൊടുക്കുവോ? ഇത് ജപമാല എന്ന് പറഞ്ഞു കൊടുക്കുവോ? അതൊക്കെ പിന്നീട് കുറച്ച് വയസ്സായി കഴിയുമ്പോൾ അവർ കുറച്ച് വളരട്ടെ എന്ന് ചിന്തിക്കും. ചെറുപ്പം തൊട്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികൾക്കൊന്നും വലിയ അറിവൊന്നും ഇല്ലാത്തവരാ, അവർ പിള്ളേരല്ലെന്ന്. പണ്ടായിരുന്നു അങ്ങനെ, ഇപ്പൊ അങ്ങനെ അല്ല. എങ്ങനെയാ മനസ്സിലായി? പണ്ട് പിള്ളേരൊക്കെ ആയിരുന്നു. ഇപ്പൊ ചെറിയ പിള്ളേർ മുട്ടേ വലിയുമ്പോൾ തന്നെ വേണേ കീശ കിടക്കുന്ന അപ്പന്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കും, സ്ഥിരീകരിക്കും. വാട്സപ്പ് മെസ്സേജ് നമ്മളെ കാണിച്ചു തരും. എങ്ങനെയാവോ ഈ കൊച്ചു പഠിച്ചത്? നമ്മൾ പോലും തച്ചരിയിരുന്ന് പഠിച്ചിരുന്നത് ക്ലിയർ ആകുന്നില്ല. അപ്പോഴാണ് ഒന്നും പഠിപ്പിക്കാത്ത കൊച്ചു വലുതാ ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം വിചാരിക്കരുത്, കൊച്ചുങ്ങളൊക്കെ കുഞ്ഞാണ്, നമ്മളെക്കാൾ ബുദ്ധി ഇപ്പൊ മുട്ടേ വലിയുന്ന കൊച്ചിന് വരെ ഉണ്ട്. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവവചനമാകുന്ന കണ്ണാടി, ദൈവവചനം വായിക്കണം. 50 രൂപ കൊടുത്താൽ കണ്ണാടി കിട്ടും. ആ ഒരു സാധാരണ കണ്ണാടിയുടെ പ്രത്യേകത, നിലത്ത് വീണാൽ പൊട്ടിപ്പോകും, പിന്നെ അത് കൊള്ളിയല്ല. 50 രൂപ മേടിക്കുന്ന കണ്ണാടിയുടെ പ്രത്യേകത, നിലത്ത് വീണാ പൊട്ടും, പിന്നെ അത് വേസ്റ്റ് ബോക്സിലിടും. പക്ഷെ ദൈവവചനമാകുന്ന കണ്ണാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് പൊട്ടുകേല, അതൊരു ജീവിതത്തെയും തകർക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ 50 രൂപ കൊടുത്ത് മേടിക്കുന്ന കണ്ണാടി നിലത്ത് വീണാ പൊട്ടും, പിന്നെ മുഖം നോക്കാൻ പറ്റിയാൽ അത് കളയും. അത് ഒരു പൊട്ടിയ ജീവിതത്തെയും ശരിയാക്കത്തില്ല. പക്ഷെ ദൈവവചനമാകുന്ന കണ്ണാടി പൊട്ടിപ്പോയ ജീവിതത്തെ വരെ ശരിയാക്കും. ഹല്ലേലൂയ. എത്ര ഒരു കണ്ണാടി ചില്ല് പൊട്ടിയ പോലെ 100 കഷണമായി പൊട്ടിപ്പോയ ജീവിതമാണേലും ദൈവവചനത്തിന്റെ ശക്തി കൊണ്ടത് നേരെയാകും. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരു അഭിഷേകമായി നമുക്ക് വരണം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ, ഇതാ മാതാപിതാക്കളെ, നിങ്ങൾ ഇന്ന് വട്ടത്തുപോയിൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ഇത്രയും പേര് പ്രാർത്ഥിക്കാൻ വന്നാൽ നിങ്ങളുടെ മക്കൾ വന്നിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിലുണ്ട്, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങള്, എൻ്റെ അനിയത്തി, എൻ്റെ അനിയൻ ഇതാ വട്ടത്തുപോയിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. അവരുടെ മനസ്സിൽ ഒരു ചെറിയ കടുകുമണിയുടെ അത്രയെങ്കിലും ദൈവത്തോട് അടുക്കാനാ കാരണമാവുന്നത്. എന്തുകൊണ്ട് സഹോദരങ്ങളെ അത് ചിന്തിക്കുന്നില്ല? നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുറവല്ല. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് മുമ്പുള്ളവർ നമുക്ക് വലിയ ഭക്ഷണം വിളമ്പിയിട്ടാണോ നമ്മൾ ഇങ്ങനെ ആയത്? നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വലിയ വില കൂടിയ ഡ്രസ്സ് മേടിച്ച് തന്നിട്ടാണോ, വലിയ വണ്ടി മേടിച്ച് തന്നിട്ടാണോ? അല്ല, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഇരട്ടിയായിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കണം. ഇരട്ടിയായിട്ട് പ്രാർത്ഥിച്ചാലേ നമ്മുടെ തലമുറ ഇപ്പോ അഭിഷേകത്തോടെ വളർന്നു വരത്തുള്ളൂ. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നിന്നേ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ നമ്മൾ കണ്ടു, സഹോദരങ്ങളെ, ദൈവവചനം കണ്ണാടിയാണ്. കണ്ണാടി, ദൈവവചനമാകുന്ന കണ്ണാടി. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ദൈവവചനമാകുന്ന ഒരു കണ്ണാടി വേണം. അതിന് ഒരു ഫോണിന്റെ അത്രയും 10,000 രൂപയില്ല, അതിന് ഒരു 5,000 രൂപയില്ല, 3,500 രൂപയുടെ സാധാരണ ഫോണിന്റെ അത്രയും പോലും വിലയില്ല. ഒരു 150, 200 രൂപ, 250 രൂപ നല്ല ബൈബിളിന് പോലും 150 രൂപ കൊടുത്താൽ ഇവിടെ ചെറിയ ബൈബിൾ കിട്ടും. എന്തുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല? എന്റെ മക്കൾക്ക് ഒരു ബൈബിൾ എഴുതി കൊടുക്കുമ്പോൾ അവരോട് പറയണം, ബൈബിൾ വായിക്കണം, ഒരു വചനെങ്കിലും നീ വായിക്കുക. അത് നമ്മൾ പറയില്ല. മാതാപിതാക്കളെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത് കരങ്ങൾ വിരിച്ചു നിൽക്കുന്നത്? മാതാപിതാക്കളെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ പറയുവോ, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ടെന്ന്? മക്കൾ പറയുവോ, എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന്?
പക്ഷെ നമ്മൾ എല്ലാ ഭക്ഷണവും വില കൂടിയ ഡ്രസ്സും ചോദിക്കുന്നതിനേക്കാൾ വലുത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലുതാ ദൈവോന്മുഖരായ ഒരാളെ വളർത്തുക, ദൈവോന്മുഖരായി വളർത്തുക. നമ്മുടെ മക്കൾ ചെറുതല്ലേ, 1-ലല്ലേ എത്തിയുള്ളൂ, 2-ലല്ലേ എത്തിയുള്ളൂ, കൊച്ചല്ലേ. ചിന്തിക്കരുത്, പണ്ടായിരുന്നു ഇതൊക്കെ. ഇന്ന് 30 വയസ്സുള്ളവരെക്കാളും 40 വയസ്സുള്ളവരെക്കാളും ഒക്കെ ഭയങ്കര ബുദ്ധിയാണ്. 2 വയസ്സുള്ള ഒരു കൊച്ചിനും 3 വയസ്സുള്ള കൊച്ചിനും അവർക്ക് നമ്മളെക്കാൾ അറിയാം. നമ്മളേക്കാൾ ആരും പറഞ്ഞു കൊടുത്തില്ല. ലോകം അങ്ങനെ അത്ര അറിവുണ്ട് അവർക്ക്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു അഭിഷേകം വരട്ടെ, ഒരു കൃപ വരട്ടെ, ഒരു ശക്തി നിറയട്ടെ. ദൈവവചനമാകുന്ന അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ തലമുറകൾ ഒന്നിനൊന്നിന് അഭിവൃദ്ധിയിലേക്ക് വരട്ടെ. വട്ടത്തുപോയാൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നിങ്ങൾ ആത്മീയമായി ഒരു പടി ഉയരട്ടെ. ഒരു പടി നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉയരട്ടെ. ഒരു കൊച്ച് അപ്പനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ പപ്പ ടൗണിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കാനിരിക്കും, പക്ഷെ എൻ്റെ പപ്പ സോഫയിലേ ഇരിക്കുള്ളൂ. ആ പപ്പയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും. പപ്പ മെസ്സേജ് നോക്കും, വാട്സപ്പ് അയക്കും, ഫോൺ വരുമ്പോൾ എടുത്ത് പുറത്തേക്ക് പോകും. ഇങ്ങനെയാണ് എൻ്റെ പപ്പ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ കൊച്ച് പപ്പ പ്രാർത്ഥിക്കുന്നത് കണ്ട രീതി ഇങ്ങനെയാണ്. ഫോൺ നോക്കി മെസ്സേജ് അയച്ചും ഇടയ്ക്ക് ഫോൺ വരുമ്പോൾ പുറത്തേക്ക് പോയിട്ടും ആ ഫോൺ പ്രാർത്ഥനാ സമയത്തിന് അരമണിക്കൂർ പോലും ഒന്ന് മാറ്റി വെക്കാൻ പറ്റാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്നല്ല, സോഫയിൽ കാലുമേ കാല് കയറ്റി വെച്ച് ഫോണും നോക്കിയിരുത്, ഫോണും പിടിച്ച് അതിന്റെ സൈഡും തിരിച്ചും മറിച്ച് നോക്കി, അതിന് മെസ്സേജ് വായിച്ചു നോക്കി, അതിന് തിരിച്ച് ചിരിച്ച മുഖത്തോടെ ആർക്കൊക്കെയോ മെസ്സേജ് അയച്ച് അങ്ങനെ പ്രാർത്ഥനാ സമയം ചെലവഴിക്കുന്ന ഒരു രീതിയാണ് മക്കൾ കണ്ടിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാൻ അരമണിക്കൂറുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് ത്യാഗത്തോടെ മക്കൾ കാണട്ടെ. മാതാപിതാക്കൾ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്.